2020 കൊല്ലം ആസ്ഥാനമായി സ്ഥാപിതമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ റേഡിയോ സിയുവിൽ എത്തിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജഗതിരാജ് VP. നമുക്ക് സാറിനെ ടോക്ക് വിത്ത് VC എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. റേഡിയോ സിയു ടോക്ക് വിത്ത് VC എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. സർ, നമ്മുടെ ഓപ്പൺ സർവകലാശാല ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനം എന്നതിലുപരി വിദ്യാഭ്യാസം ജനകീയമാക്കുന്നതിലും ജനാധിപത്യവൽക്കരിക്കുന്നതിലും ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ വരുന്നത്? ഇത് ഞങ്ങളെന്ന് വെച്ചാൽ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ ഇഷ്ടമുള്ള ഡിഗ്രി UG PG പഠിക്കാനുള്ള അവസരം ഒരുക്കുക. ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുള്ള വിദ്യാർത്ഥികളെ ഇറങ്ങിച്ചെന്നിട്ട് അവിടെ ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് പഠിക്കാൻ 18 വയസ്സ് തൊട്ട് 91 വയസ്സ് വരെയുള്ളവർ അവിടെ പഠിക്കുന്നുണ്ട്. ഈ വർഷം 91 വയസ്സുള്ള ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആർക്കും അവിടെ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി, പിന്നെ എലിജിബിലിറ്റി, അതായത് +2 കഴിഞ്ഞ് അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ ആർക്കും അവിടെ ജോയിൻ ചെയ്യാം. ഈ തവണ ഞാൻ വേറൊരു എലിജിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷം മിനിമം 2 വർഷം ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡിപ്ലോമ, പോളിടെക്നിക്കോ അല്ലെങ്കിൽ ഫാർമസി ഡിപ്ലോമ കഴിഞ്ഞ് അവരെ നമ്മൾ എലിജിബിലിറ്റി ആക്കി. അതെന്ന് പറഞ്ഞാൽ ഒരു 10,000-കണക്കിന് ആൾക്കാർക്കാണ് അത് പ്രയോജനം കിട്ടാൻ പോണേ. അപ്പോൾ അടുത്ത ഒന്നുകൂടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളറിയില്ലേ, പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ പറയുന്നത്, നീ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ, മോനെ നീ ITക്ക് പോകും, ഒരു ജോലി കിട്ടും, ജീവിക്കാം. അപ്പോൾ അതിന് അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവർക്ക് പിന്നെ കരിയർ ബ്ലോക്കായി നിൽക്കും. ഒന്ന് PSCക്കോ UPSCക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഗവൺമെൻറ് അപ്പുറം IT കഴിഞ്ഞ് നമ്മൾ എലിജിബിലിറ്റി കൊണ്ട്, പക്ഷേ അവർക്ക് ഒരു 12 ക്രെഡിറ്റ് ലാംഗ്വേജ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം, +2 ഇല്ലെങ്കിലും. അപ്പോൾ സാധ്യതകൾ ഏറെയാണ് പ്രവേശനം. അതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന നമ്പറൊന്നും അല്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒത്തിരി പേര് ഇവിടെ നിൽപ്പുണ്ട്. അതൊന്നും നമ്മളിതൊരു അഡ്രസ്സ് ചെയ്യാത്തതാണ്. ഇതൊന്നും എൻ്റെ റൂളൊന്നും അല്ല, ഇത് UGC അപ്രൂവ്ഡ് റൂൾസാണ് ഞാൻ ഈ പറഞ്ഞ. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലൊക്കെ അപ്രൂവ് ചെയ്ത റെഗുലേഷൻസാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. മറ്റേത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഈ വർഷം തൊട്ട്, ഇത് ഉടനെ ഈ വർഷം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ റെഗുലേഷനൊക്കെ ആയി വന്നുകൊണ്ട് ഡിലേ ആയി. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ, ഞങ്ങൾ പറയുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത്. എന്താ വെച്ചാൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്പോൾ അപ്രൂവ്ഡ് ആണോ അല്ലയോ? ഇത് UGC അപ്രൂവ്ഡ് ആണ്, പിന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ അപ്രൂവ്ഡ് ആണ്. നിങ്ങൾക്ക് ഇനി ഹയർ സ്റ്റഡീസിനായാലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയാലും വെളിയിൽ പോകാനായാലും എന്തിനും ഇത് മറ്റുള്ള യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈക്വൽ വെയിറ്റേജ് ആണ്. ദെയർ ഇസ് നോ ഡിഫറൻസ്. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ദോസ് ആർ ഇൻട്രസ്റ്റഡ് ടു പെർസ്യൂ ദ ഹയർ സ്റ്റഡീസ് ദേ ക്യാൻ ജോയിൻ SU. സർ, നമുക്കറിയാം കേരളത്തിൽ വർഷങ്ങളായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിലനിന്നിരുന്നു. ഇതിൽ നിന്നൊക്കെ മാറി ഒരു സർവകലാശാല എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു സർവകലാശാല അനിവാര്യമായത് എന്തുകൊണ്ടാവാം? ഒരുപാട് പേര് ഇത് താല്പര്യമുണ്ട്. ഇതൊരു കുടക്കീഴ്, അതായത് പല യൂണിവേഴ്സിറ്റിയിൽ പല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രപ്പോസൽ വരുന്നത്, എല്ലാ യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു അംബ്രല്ലയുടെ കീഴിൽ കൊണ്ടുവരാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കി ഒരു ആക്ടിൻ്റെ പുറത്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ. അപ്പോൾ ഒരു യൂണിഫോമിറ്റി വരും, എല്ലാവരും മാനേജ് ചെയ്യാനുള്ള, അതാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. 2020 തുടങ്ങി, 2022 അഡ്മിഷൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് ആസ് ഓൺ ഡേറ്റ് 90,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ഹ്യൂജ് നമ്പറാണ്. ഈ 4 വർഷം കൊണ്ട് 30 പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഫേസായിട്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റി എടുത്തിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തിരുന്ന പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അതിനെ തുടങ്ങി. അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ സെക്കൻഡ് ഫേസായിട്ട് മോഡേൺ കോഴ്സ്, അഡ്വാൻസ് കോഴ്സ്, റിലവൻ്റ് ആയിട്ടുള്ള ജോബ് ഓറിയൻറ്റഡ്, അതായത് ഇപ്പം ഡേറ്റാ സയൻസ് അനാലിറ്റിക്സ് തുടങ്ങി, പിന്നെ മൾട്ടിമീഡിയ, MCA MBA BCA എല്ലാം തുടങ്ങി. അങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ ഇപ്പം നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർ പറഞ്ഞു, ഒരു പാരമ്പര്യമായിട്ട് നിലനിന്നിരുന്ന കോഴ്സുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കി. പിന്നീട് കൊണ്ടുവന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഡേറ്റാ സയൻസ് കൊണ്ടുവന്ന്, പിന്നെ മൾട്ടിമീഡിയ, പിന്നെ നമ്മൾ പുതിയ പുതിയ MSW തുടങ്ങാൻ പോകുന്നുണ്ട്. നമ്മൾ UG PG ഡിപ്ലോമ കോഴ്സുകൾ, UG PG തുടങ്ങി. അതായത് 17 UGയും 14 PGയും തുടങ്ങി. അതിൽ 4 ഇന്ത്യയിൽ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് 4 ഇയറിൽ ഞങ്ങളാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയില്ല തന്നെ.
അതിൽ ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് ഉണ്ട്. നമ്മുടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് പോളിസീസ് അനുസരിച്ചല്ല വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം 3ാമത്തെ വർഷം അവർക്ക് പുറത്തു പോകാം ഡിഗ്രിയോടെ. താല്പര്യമുള്ളവർക്ക് ഹോണേഴ്സ് ചെയ്താൽ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഈ വർഷം പോകാനിരുന്നതാണ് 4 ഇയറിന്. അതിൻ്റെ റെഗുലേഷൻ ഡിലേ ആയി വന്നുകൊണ്ട് അടുത്ത വർഷം എല്ലാം 4 ഇയറിലോട്ട് പോകുക. ഈ നമ്മുടെ സിലബസ് എന്താ, അതിനകത്ത് ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാം, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാനുള്ള അവസരമുണ്ട്, മൂക്ക് കോഴ്സ് പഠിക്കാം, ഇൻറ്റേൺഷിപ്പ്, പ്രോജക്റ്റ്, എല്ലാം ഉള്ള ഒരു ഓപ്ഷനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ലൊരു രീതിയിൽ സിലബസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം അതിന് എക്സാം, അതിൻ്റെ PG UG അതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയ എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പം നെറ്റ് ARF ക്വാളിഫൈ ചെയ്യുന്ന പെർസെൻറ്റേജ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല, അപ്പിയർ ചെയ്തതും പാസ്സായെന്ന് കൂടെ ഞങ്ങൾക്ക് പെർസെൻറ്റേജ് കൂടുതൽ. അത് 4 വർഷം കൊണ്ട്. പക്ഷേ നമ്പർ ഓഫ് കൂടുതൽ വേറെ യൂണിവേഴ്സിറ്റി കാണും. പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരു കൊച്ചിന് IAS കിട്ടി. ഒരുപാട് പേര് ഇപ്പോൾ ഇവിടുന്ന് PG കഴിഞ്ഞിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രീതി നല്ല പ്രോഗ്രാമാണ് നമ്മൾ വെച്ചത്. സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഏജ് ലിമിറ്റ് ഇല്ല. അങ്ങനെ വരുമ്പോൾ വിവിധ മേഖലകളിലെ വിവിധ ആളുകൾ വിവിധ ലക്ഷ്യത്തോടെ ചേരുന്നതായിരിക്കും കോഴ്സിന്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു വേദിയിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്. അതാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ് വരുന്നത്. 18 വയസ്സ് തൊട്ട് 80 വയസ്സ് 85 വയസ്സുള്ള പല കാറ്റഗറിയിൽ നിന്ന് പല ഏരിയ എന്നുള്ള ഞങ്ങളുടെ IAS ഓഫീസേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, റിട്ടയർ ആയവരുണ്ട്, പിന്നെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. നമ്മൾ ഒത്തിരി റിഫ്ലക്ഷൻസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇതുകൊണ്ട് രക്ഷപ്പെട്ട് MJ യൂണിവേഴ്സിറ്റി തന്നെ 3 പേര് പിയൂണായിട്ട് കയറി നമ്മുടെ അവിടെ ഡിഗ്രി എടുത്ത് അവരിപ്പോൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഒരു സജഷൻസൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയാം, ഈ പഠിക്കുന്നത് വിദ്യാഭ്യാസം ജോലിക്ക് വേണ്ടിയല്ല, അതാദ്യമേ മനസ്സിലാക്കുക. എല്ലാവരും ധാരണ ഡിഗ്രി എടുക്കുന്ന അതല്ല, നമുക്ക് ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ത്രീ അവിടുത്തെ ഒരു ലേണർ പറഞ്ഞൊരു മറുപടി ഞാൻ പറയാം. അവർ പറഞ്ഞ പണ്ട് അവർ ബാങ്കിൽ പോകുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ സർക്കാർ സംസാരിക്കാൻ പാടായിരുന്നു വെച്ചാൽ അവരെല്ലാം ക്വാളിഫൈഡ്. ഇവർക്ക് +2 കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ പറഞ്ഞ് വയസ്സാങ്കാലത്ത് തന്നെ അടിക്കുക, എനിക്ക് ഞാൻ അഭിമാനത്തോടെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് പഠിച്ച് ഡിഗ്രി എടുക്കണമെന്ന്. അതിപ്പോൾ എന്നെ സാധിച്ചു. എനിക്ക് അതിന് അഭിമാനത്തോടെ മരിക്കാൻ പറ്റും. ഇതുപോലെ ആയിരക്കണക്കിന് എൻപവറിംഗ് ഉള്ള ഇങ്ങനെയുള്ള കമൻസാണ് നമുക്ക് കിട്ടി. 4 വർഷം കൊണ്ടാണ് വേറൊരു യൂണിവേഴ്സിറ്റിക്ക് ഇല്ലാത്ത സമാനതകളില്ലാതെ വളർച്ച വന്നത്. പക്ഷേ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആൾക്കാരെ കൊണ്ടുവച്ച് ഈ വർഷം നമ്മൾ 1.25 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ 1995 ആൾക്കാരായി, 1000 ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള വാക്കിനെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അല്ല, ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പറഞ്ഞൊരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. അതായത് അസമത്വങ്ങൾക്കും അനീതിക്കും ചൂഷണത്തിനും എല്ലാവരും വിദ്യാഭ്യാസം ഇല്ലാതെ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്നൊക്കെ പറഞ്ഞത്. അത് 101% പാലിച്ചുകൊണ്ടാണ് നമ്മളോട് ചെയ്യുന്നത്. വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി മാത്രമല്ല, ഡിഗ്രി മാത്രമല്ല ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഒരു യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ 15 വീട് വെച്ച് കൊടുത്തു. നമ്മുടെ ലേണേഴ്സിന് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തവണ 14 വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നും ചോദിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ റോളല്ലോ, അതൊരു പാർട്ടാണ്, അതൊരു സോഷ്യൽ ആക്ടിവിറ്റി. ഇത് വെറുതെ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കൊടുത്ത് വിടുക എന്നുള്ളത് സമൂഹത്തിൽ എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാക്കാനുള്ളൊരു പങ്ക് വഹിക്കാൻ പറ്റും. അല്ലാതെ ഒരു പഠിപ്പിച്ച് കാശ് വാങ്ങിച്ച് ഡിഗ്രി കൊടുത്ത് വിടുക എന്നുള്ളതല്ല ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫംഗ്ഷൻ. അപ്പോൾ മാഡം പറഞ്ഞോണം സൊസൈറ്റി എൻപവർ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും അതിന് യൂണിവേഴ്സിറ്റിക്ക് നല്ല റോൾ വഹിക്കേണ്ട ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി എല്ലാവരിലേക്കും എത്തുമ്പോൾ തന്നെ സാർ പറഞ്ഞല്ലോ ഇത്തരം കോഴ്സുകളാണെന്ന്. ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെ വിധത്തിലാണ് ഹെൽപ്ഫുൾ ആകുന്നത്? ഇപ്പം നമ്മൾ സ്കിൽ ജോബ്സിലാണ് ജോലി നോക്കുന്നത്. പണ്ടത്തെ പോലെ ആൾക്കാർ +2 2 വർഷം ഡിഗ്രിക്ക് 3 വർഷം ഇപ്പം പഠിക്കാൻ അവർ റെഡിയല്ല. എത്രയും പെട്ടെന്ന് +2 കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ പറയാം ഇപ്പം 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് ഒരുവിധമുള്ള നോളജ് കിട്ടും. നമ്മളൊക്കെ ഞങ്ങളുടെ കാലത്ത് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് ഇപ്പം 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്കൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് കയറുക, ഏൺ ബൈ യു ലേൺ എന്നുള്ള രീതിയിലോട്ട് പോകും. അമേരിക്കയിലൊക്കെ അറിയാമല്ലോ, 12 വയസ്സ് കഴിഞ്ഞാൽ
ആ ഒരു സിസ്റ്റം ഇവിടെ വരികയാണ്. എന്നിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് പോലും ഡിഗ്രി ചോദിക്കുന്നില്ല, സ്കില്ല് ബേസ്ഡ് ഉണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടും. എന്നിട്ട് അവർ പറയുന്നുണ്ട് പാരലി പഠിക്കണം എന്നുവെച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പ്രൊമോഷൻ മറ്റുമൊക്കെ ഡിഗ്രി നോളജ് അപ്ഡേഷനൊക്കെ ആവശ്യം. അവിടെയാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 25-30 സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങാൻ പോട്ടെ. അതായത് യോഗ, മ്യൂസിക്, മാർഷൽ ആർട്ട് തൊട്ട് കെയർ ഗീവിങ്, ജീരിയാട്രിക് കെയർ, പിന്നെ ഈ പ്രസവാനന്ത പ്രഗ്നൻസി തൊട്ട് ആ കുട്ടി വരുന്നത് അതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം തൊട്ട് ഡ്രോൺ ടെക്നോളജി, ലോജിസ്റ്റിക്സ്, പോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ, അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ സ്കിൽഫുൾ ജോബുകളെയും സർട്ടിഫൈഡ്. അത് വേറൊന്നും ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്. ഇപ്പം നമ്മുടെ ഇവിടെ ആയുർവേദം, നാട്ടുവൈദ്യം, അങ്ങനെയൊക്കെ, പിന്നെ യോഗ, അതുപോലെ മാർഷൽ ആർട്ട്, ഇതൊന്നും ഇപ്പം 40-50 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരു ആയുർവേദ ഡോക്ടർ അയാൾ പലരും പറയും കള്ളർ വൈദ്യനാണ് അല്ലെങ്കിൽ മോശമാണ്. അതിന് ഒഴിവാക്കാൻ വേണ്ടി ഇവരെ ഈ എക്സ്പീരിയൻസ്, അതായത് റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് നമ്മളൊരു അക്കാഡമി ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നമ്മൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. അപ്പോൾ അവർക്ക് ഇത് മതി. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ക്വാളിഫൈഡ് വൈദ്യനാണ്, മനസ്സിലായാലും അങ്ങനെ റെക്കഗ്നേഷൻ ഓഫ് ഹയർ. അതിൻ്റെ UGCയുടെ ഫ്രെയിം വർക്കാണ്, അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൊണ്ട് യോഗ തുടങ്ങാൻ പോകുന്നു, ഡിപ്ലോമ. അങ്ങനെ ഇതുപോലുള്ള മ്യൂസിക്, ഡാൻസ്, ഭരതനാട്യം എല്ലാം നമ്മൾ തുടങ്ങിയാണ്. കർണാട്ടിക് മ്യൂസിക്, അതിൻ്റെ എല്ലാം 25 കഴിഞ്ഞ സിൻഡിക്കേറ്റ് അപ്രൂവ് ചെയ്ത് ഈ 2 മാസത്തിനകം ഇത്രയും ഡിപ്ലോമ നമ്മൾ തുടങ്ങും. അപ്പോൾ സാർ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് പരിപൂർണ്ണ അർത്ഥവത്താവുന്ന വാക്കുകളാണ് സാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ സാർ പറഞ്ഞല്ലോ ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ളൊരു കാര്യവും ഇതിലൂടെ അർത്ഥവത്താകുന്നു. എന്നിരുന്നാലും സാർ 2 കാറ്റഗറി ഓഫ് ആളുകളുണ്ടാവുമല്ലോ. സാർ പറഞ്ഞതുപോലെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഒരു ജോലി സാധ്യത മുൻനിർത്തി വരുന്നവരുണ്ട്, ജോലി ചെയ്യുന്നതിനൊപ്പം ക്വാളിഫിക്കേഷൻസും കാര്യങ്ങൾ അധികരിക്കാൻ വേണ്ടി വരുന്നവരും ഉണ്ട്. ഈ ജോലി സാധ്യത മുൻനിർത്തി വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്ലേസ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 5 റീജിയണൽ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ ജോബ് ഫെയർ നടത്താൻ പോവുക. പിന്നെ ഇപ്പം ഞാൻ ICT അക്കാഡമിയുടെ നമ്മൾ ടൈപ്പ് ഉണ്ട്, അവർ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറേ കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരെ പ്ലേസ് ചെയ്യാനുള്ള രീതി ഇവരെ പ്ലേസ് ചെയ്യിക്കും. നമ്മൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇതൊരു ബിസിനസ് മോഡലല്ല. സിനാനൂരം കാശ് വാങ്ങിച്ച് നമ്മൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ്, അത് ജോലിയാവാം, തൊഴിലാവാം, ബിസിനസ്സാവാം, ആ രീതിയിലാണ് നമ്മളവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഇതൊരു ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലോട്ട് ചെന്നിട്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റി ആരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു സിസ്റ്റം വരാം. ഇവിടെ നോട്ടിഫൈ ചെയ്താൽ മതി, സ്റ്റുഡൻസ് ഇങ്ങോട്ട് ചെന്നോളും, അവർക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണ്. ജോലി ഇപ്പം നമ്മൾ ആൾറെഡി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എല്ലാം തുടങ്ങി, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്യും. അതുപോലെ നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജോബ് ഫെയർ നടത്തുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് വീട് വെച്ച് കൊടുത്തു, ആളുകളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന്. കുട്ടികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത്? 90,000 പേരിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം, ഞാൻ ആൻസർ ചെയ്യും. അഥവാ മീറ്റിങ്ങിലാണെങ്കിൽ മിസ് തിരിച്ച് വിളിച്ചിരിക്കും ഉറപ്പായിട്ട്. ഈ രീതിയിലാണ് അവിടെ പോകുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. 90,000 പേരിൽ എൻ്റെ പേഴ്സണൽ നമ്പറുണ്ട്. എനിക്കൊരു ഓഫീസർ നമ്പറും ഇല്ല, ഒന്നുമില്ല. ഈ നമ്പർ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയി 500 പേരാണ്. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എപ്പം വേണമെങ്കിലും എന്നെ വിളിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ഗ്രീവൻസ് എല്ലാം ഉണ്ട്, പിന്നെ റിസപ്ഷനുണ്ട്, കുറേ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫിനെയൊക്കെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇത്രയും കോഴ്സുകൾ വരുമ്പോൾ? സ്റ്റാഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് സ്റ്റാഫാണ്. അല്ലെങ്കിൽ ഇതിനുമ്പോൾ നമ്മൾ 1 days കാണിച്ചേനെ. ഇപ്പോൾ 4 വർഷങ്ങളിൽ KR റാങ്കിൽ 11ാമത് വന്നു. NIV റാങ്കിൽ ഞങ്ങളിപ്പോൾ 4 വർഷങ്ങളിൽ ഞങ്ങൾ യങ്ങസ്റ്റ് ഓപ്പൺ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി, യങ്ങസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ഞങ്ങൾ ഇത്തവണ എന്നെ റാങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാങ്ക് ഞാൻ അറിഞ്ഞില്ല, ഒരു 5-6ാമത് ഞങ്ങൾ വരും ഈ 4 വർഷം കൊണ്ട്. അതായത് പിന്നുണ്ട് നിങ്ങളെ മനസ്സിലാകത്തെ, ഈ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 38% ഈ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കാറ്റർ ചെയ്യുന്നത്. കേരളത്തിൽ നിങ്ങൾ വിശ്വസിക്കാത്തൊരു സ്റ്റാറ്റ് പറയത്തില്ലേ, കേരളത്തിൽ ഈ അഫിലിയേറ്റഡ് എയ്ഡഡ് കോളേജ് ഒഴിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ്, അതുപോലെ 24-25 ഹയർ എഡ്യൂക്കേഷൻ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേ പ്രകാരം 43% ഞങ്ങൾ ഒറ്റയ്ക്കാണ് കാറ്റർ ചെയ്യുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ?
4 വർഷം കൂടെ. അത് 24-25 ഇപ്പം 26 ഇപ്പം 90,000 ഉള്ള ഏകദേശം 50 ക്രോസ് ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക്. ഞങ്ങൾ അത് 4 വർഷം കൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ. ഇത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ സ്റ്റാറ്റസ് ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മുടെ സ്റ്റഡീസ് അല്ല. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സർ, ഇത്രയും കോഴ്സുകൾ നടത്തപ്പെടുമ്പോൾ തന്നെ പരീക്ഷയും വിജ്ഞാപനമൊക്കെ എങ്ങനെയാണ് ഈ സമയപരിധിക്കുള്ളിൽ നടപ്പിലാക്കുന്നത്? ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും നിങ്ങളെടുത്ത് നോക്കി ഓരോ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം കാലിക്കറ്റ് ആയാലും MG യൂണിവേഴ്സിറ്റിയിലെ എക്സാം സെൻറ്ററിൽ 500, 25, 50 സെക്ഷനുണ്ട്. ചില അഫിലിയേറ്റ് കോളേജിലെടുത്ത് 150, 200 പേരുള്ള എക്സാം സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. അഫിലിയേറ്റ് കോളേജിലെടുത്ത് 500 പേർന്ന് ഞങ്ങളവിടെ 30 പേരേ ഉള്ളൂ. 30 പേരെ വെച്ചാണ് ഈ 90,000 പേരെ പരീക്ഷ നടത്തുന്നത്, കൺട്രോളർ ഉൾപ്പെടെ. എങ്ങനെ ഇതൊക്കെ പോസിബിൾ ആവുന്നത്? ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ വീഴ്ചകളൊക്കെ പറ്റുന്നുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് മാനേജ് ചെയ്ത് ഇപ്പം നമ്മൾ ഇനി അടുത്ത വർഷം പോലെ ഓൺലൈൻ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് റിസൾട്ട്, അതായത് പരീക്ഷ കഴിഞ്ഞ 2 ആഴ്ച 1 മാസത്തിനകം റിസൾട്ട് കൊടുക്കാനുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്തവണ ഒരു പുതിയൊരെണ്ണം കൊണ്ടുണ്ട്, എക്സാം കൊണ്ട് ഇമ്മാൻഡ്. അതായത് നമ്മൾ ഒരുപാട് പേര് പഠിപ്പിക്കുന്ന ഗൾഫ് കൺട്രീസിലേക്ക് ഇപ്പം നമ്മൾ ഞായറാഴ്ചകളിലാണ് പരീക്ഷ. അപ്പോൾ അവർ ആ ലീവ് എടുത്ത് വേണം, അപ്പോൾ ഒത്തിരി ലീവാണ്. അപ്പോൾ അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞാൽ അവർ വരുക. അപ്പം അവർ പറയാം ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് എക്സാം നമ്മൾ പരീക്ഷ നടത്തി കൊടുക്കും. നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് റെഡി ആക്കിയിട്ടുണ്ട്, AI ടൂൾ വെച്ചിട്ട്. ഇതിനകത്തൊന്നും ഒരു ക്വാളിറ്റി കോംപ്രമൈസും ഇല്ല കേട്ടോ. നമ്മൾ ഈ പ്രവേശനം മാത്രമേ നമ്മൾ ഇച്ചിരി പഠിക്കാൻ അവസരം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഈ സ്കോഡുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സ്ക്രീനിങ് ഒക്കെ ഒരു കുട്ടി എൻട്രി ചെയ്യുന്ന മുതൽ സർട്ടിഫിക്കറ്റ് വരുന്ന വരെയുള്ള സ്ക്രീനിങ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇത് എക്സാം ഓൺ ഡിമാൻഡ്. അപ്പോൾ അവർ പറയുമ്പോൾ ഒരു കുട്ടിയായാലും 1000 പേരായാലും നമ്മൾ പരീക്ഷ നടത്തി കൊടുക്കും. അതാ പറഞ്ഞത് ലേണർ സെൻട്രിക് എക്സാം ഓൺ ഡിമാൻഡ്. നമ്മളിപ്പം ക്വസ്റ്റ്യൻ ബാങ്ക് റെഡിയായി. ഇതെല്ലാം ഈ 4 വർഷം കൊണ്ടുള്ള വളർച്ച നിങ്ങൾ ആലോചിക്കണം. അത് ഇത് ആളില്ല, അവിടെ എല്ലാം കോൺട്രാക്റ്റാണ്. ഓപ്പൺ ബുക്ക് എക്സാം ഞങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ബുക്ക് എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാർ, എങ്ങനെയായിരുന്നു നടപ്പിലാക്കിയപ്പോൾ? അത് നമ്മളെല്ലാം ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ എല്ലാം പ്രാക്ടീസ് കൊടുത്തിട്ട് എല്ലാം ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യൻ ഇടുന്നതേ മറ്റുള്ളത് പോലെ ഈ എല്ലാവരും തന്നെ ഓപ്പൺ ബുക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി എഴുതും, അങ്ങനെയല്ലല്ലോ ഓപ്പൺ ടെസ്റ്റ്. അതൊന്ന് ചിന്തിച്ച് ആലോചിച്ചൊക്കെ എഴുതുന്ന രീതിയില്ല. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. പണ്ടത്തെ പോലെ കാണാതെ പഠിച്ച പരീക്ഷ അതൊക്കെ പോയി. ഇപ്പം അസൈൻമെൻറ്റ് കൊടുത്ത് എല്ലാവരും ChatGPT ഉപയോഗിക്കുന്നത്. അങ്ങനെ അസൈൻമെൻറ്റ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെല്ലാത്തിലും ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ ആവശ്യമുണ്ടോ? ChatGPT അധ്യാപകരെക്കാട്ടി നല്ലോണം പഠിപ്പിക്കും. പക്ഷെ അധ്യാപകരൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എത്ര ടെക്നോളജി വന്നാലും ഹ്യൂമനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയും AI വന്നാൽ ജോലി ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ അറിയാത്തതുകൊണ്ട് പറയുന്നത്. ഇനി എത്ര അഡ്വാൻസ് ടെക്നോളജി വന്നാലും ഹ്യൂമനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ ബുക്ക് എക്സാം നടത്തിയപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല. ഇച്ചിരി ആദ്യമേ കുറഞ്ഞ് പിന്നെ ഇപ്പം അക്സെപ്റ്റ് ആയി. എന്നുവെച്ചാൽ ആദ്യമേ അവർ ക്വസ്റ്റ്യൻ കൊടുക്കുന്നില്ല, ഗൈഡ് നോക്കി എഴുതുന്നതുകൊണ്ട് എഴുതാൻ പറ്റുമെന്നല്ല, അതല്ലല്ലോ. അത് അവർ അങ്ങനെ ധരിച്ചത് അതല്ലല്ലോ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക്. അത് ചിന്തിച്ച് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ വേണം. അപ്പോൾ എക്സാം ഇവാലുവേഷൻസ് ഒക്കെ നടത്തുന്നത് സെൻട്രലൈസ്, ഞങ്ങൾക്കൊന്നും ഓൺ ഫെസിലിറ്റീസ് ഇല്ല, എല്ലാം ഡിപ്പെൻഡൻസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 60ഓളം ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്, 60 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അവിടുത്തെ UGC ക്വാളിഫൈഡ് അധ്യാപകർ ആണ് നോക്കുന്നത്. ഇപ്പോൾ മീൻചന്ത കോളേജ് പോലുള്ള എയ്ഡഡ് കോളേജും JDT പോലുള്ള പ്രൈവറ്റ് കോളേജുണ്ട്, അഫിലിയേറ്റഡ് കോളേജുണ്ട്. അവിടുത്തെ UGC ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുന്നതും ക്ലാസ് എടുക്കുന്നതും എല്ലാം. അവിടുത്തെ പ്രൊഫസേഴ്സ് എല്ലാവരും UGC ക്വാളിഫൈഡ് ആണ്. ഇതെന്താണെന്നറിയാം, കുട്ടികൾക്ക് ഈ ജോലി കിട്ടാതെ, ഇത് പലരും അഡ്രസ്സ് ചെയ്ത് എല്ലാവരും ജോലിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടോ? ജോലി കിട്ടാതെ. ജോലിക്ക് വേണ്ടി അല്ല പണി, കരിയർ ബിൽഡ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഈ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ട് ഈ അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊരു സാധനമില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇവിടെ, പക്ഷെ അവിടെ എത്തപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നത്. എല്ലാവരും പഠിച്ചൊരു ഡിഗ്രി എടുത്താൽ ജോലി കിട്ടും, അങ്ങനെ കിട്ടത്തില്ല. അപ്പം 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവരെ സെറ്റ് ചെയ്യണം. അവരാഗ്രഹം എന്താ അതിനനുസരിച്ച് വേണം പിന്നെ അങ്ങോട്ട് വിടാം. ഇപ്പം മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിലോട്ട് വിടുക, അതിൽ എക്സൽ ചെയ്യാൻ അവർക്കുള്ള അവസരങ്ങളോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതല്ല സ്പോർട്സ് ആണെങ്കിൽ ഇതെന്താണെന്നറിയില്ല, നമ്മുടെ പേരൻസിൻ്റെയൊക്കെ ആഗ്രഹങ്ങളനുസരിച്ച് നീ +2 പഠിച്ച് അല്ലെ ഡോക്ടർ MB. ഇപ്പം നമ്മളെപ്പോഴും അബ്ദുൽ കലാം സാർ പറഞ്ഞു കുട്ടികളൊക്കെ സ്വപ്നം കാണും. ഇപ്പം സ്വപ്നം കാണുന്ന അച്ഛനമ്മമാരാണ്, കുട്ടികളല്ല. തിരിച്ച് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു നോക്കി, എന്നിട്ട് കരിയർ പ്ലാനിങ് പഠിപ്പിച്ചാൽ മതി. ഒരു കുട്ടിയും കേരളത്തിന് വെളിയിലോ ഇന്ത്യക്ക് വെളിയിലോ പോകേണ്ടി വരുന്നില്ല. അത് ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മലയാളിക്ക് ഒരു പ്രശ്നമുണ്ട്, ഡിഗ്നിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ
എല്ലാ ജോലിക്കും അതിൻ്റേതായ പവിത്രമുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ ഏത് ജോലിയും ചെയ്യും, കേരളത്തിൽ ചെയ്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം വാഴാട്ടു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അതാണ് റിയൽ ഫാക്ട്. വെളിയിൽ പോകുന്നവർ എല്ലാവരും പറയുന്നത് ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് മലേഷ്യ പോകുന്നത്, കാനഡയിൽ പോകുന്നത്. പക്ഷെ അവിടെ പോയി ചെയ്യുന്ന ജോലി മനസ്സിലായില്ലേ, എല്ലാം ചെയ്യാനുള്ള സന്നദ്ധത, എല്ലാ ജോലിയും. പക്ഷെ അതിവിടെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? പക്ഷെ ഇവിടെയും ചെയ്യാമല്ലോ. എല്ലാ ജോലിക്കും അതിൻ്റേതായ പവിത്രതയുണ്ട്. അതൊരു മൈൻഡ് സെറ്റാണ്. ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഞാൻ പല പിയൂണിൻ്റെ പണി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ അത് ഉടനെ എമർജൻസിക്ക് പിയൂണില്ലെങ്കിൽ പിയൂണെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും ഓരോരുത്തരുടെ പെർസെപ്ഷനൊക്കെ അനുസരിച്ചിരിക്കും. എല്ലാവരും അവരുടേതായ ശരി ചെയ്യുന്നു. ഇപ്പം എൻ്റെ ശരി മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല, അവരുടെ ശരി നമുക്ക് ശരിയാവണമെന്നില്ല. ഇതൊക്കെ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. അവരുടേതായ ഒരു പെർസെപ്ഷൻ, അവരുടെ എക്സ്പോഷർ വെച്ചിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അതേപോലെ ഒരു മൾട്ടിപ്പിൾ എൻട്രിയും എക്സിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? ഇത് നമ്മുടെ കേരള ഗവൺമെൻറ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ലല്ലോ. NEP പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്റർ, ഒരു വർഷം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, 2 വർഷം കഴിഞ്ഞ ഡിപ്ലോമ, 3 വർഷം കഴിഞ്ഞ ഡിഗ്രി, 4 വർഷം കഴിഞ്ഞ ഹോണേഴ്സ് വിത്ത്. അപ്പം നമ്മൾ ഈ ഗവൺമെൻറ് ആദ്യത്തെ 2 ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഫുള്ള് NEP ഇംപ്ലിമെൻ്റ് ആണ്. എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അതിന് പല റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ. അപ്പം നമ്മളിപ്പോൾ 1 വർഷം പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ കുറേ അടുത്ത് പോയി ജോലി ചെയ്തിട്ട് വേറൊരിടത്ത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വരണമെന്നില്ല, വേറൊരിടത്ത് പോയി പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുത്തുകൊണ്ട് വേറെ എടുത്ത് പോയി 2-3 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ വേറെടുത്ത് പോയി. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം ക്രെഡിറ്റ് ബേസ് സിസ്റ്റത്തിലിടുന്നത്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുക, ക്രെഡിറ്റിലെല്ലാം ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു ABCയിൽ ഇടും. അതവിടെ കിടക്കും. അത് 2 വർഷം കഴിഞ്ഞിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് ഇപ്പം കാലിക്കറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ. അപ്പോൾ അതിൻ്റെ റെഗുലേഷനൊക്കെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ റെഡിയായി വരുന്നുണ്ട്. അതൊക്കെ ചെയ്തേ പറ്റൂ. ഇപ്പം ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പണ്ടത്തെ പോലെ റിജിഡായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ദ ചേഞ്ചസ് ആർ വെരി ഫാസ്റ്റ്. ഓരോ വർഷവും സിലബസ് റിവിഷൻ ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് നൽകുന്ന മാനസികമായ പിന്തുണ, അതേപോലെ കൗൺസിലിംഗ് സെക്ഷൻസ്, അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ അവിടെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ ക്ലാസ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫോൺ നമ്പർ തന്നെ ഏറ്റവും വലിയ കൗൺസിലിംഗ് അല്ലേ. അതുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് കോൺഫിഡൻസ് കിട്ടുന്നത്? അതിൽ വലിയ കൗൺസിലിംഗ് എന്താ? സർ, ഇത്രയും അധികം വിദ്യാർത്ഥികൾ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു എല്ലാവർക്കും സമയമില്ലെന്ന് പറയുന്നത്. എല്ലാവരും ബിസിയാണ്. 24 മണിക്കൂറുണ്ട്. എനിക്ക് സമയമുണ്ട്. ഈ ഒരു ഫോൺ കൂടി വന്നാൽ 19 പേര് വിളിക്കും. ഒരു മിനിറ്റ് വെച്ച് ഒരു 50 മിനിറ്റ് എല്ലാവരും 35 മിനിറ്റ്സ് 24 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ റിസപ്ഷൻ അല്ല എൻക്വയറി നമ്മുടെ സ്റ്റാഫിനൊക്കെ അവർ പോലും ഫോൺ എടുക്കത്തില്ല. ഇപ്പം നമ്മുടെ സ്റ്റാഫ് എൻക്വയറി ഉണ്ട്, അവർ ഫോൺ പലപ്പോഴും എടുക്കാറില്ല, മിസ് കോണ്ടാ തിരിച്ച് വിളിക്കാറുമില്ല. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടി ഇതാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് എന്തുകൊണ്ട് എൻ്റെ ഒരു പാഷനായുണ്ട്. എനിക്ക് കുട്ടികൾക്ക് 36 വർഷത്തെ സർവീസുണ്ട്. എനിക്ക് അറിയാവുന്ന നോളജ് പറഞ്ഞു കൊടുക്കുന്ന അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ എടുക്കുന്നത്. അല്ലാതെ എനിക്കിത് ആരെങ്കിലും കൈയടിയോ വാങ്ങിയാൽ എനിക്കിതെന്താ ഗുണം? എൻ്റെ ഫാമിലി ടൈം കളയുന്നു, എൻ്റെ ഇത്ര എഫേർട്ട് എടുക്കുന്നു. അഥവാ ഫോൺ എടുത്തില്ലെങ്കിൽ വൈകിട്ട് ഓഫീസിൽ നിന്നിട്ട് മിസ് കോളെല്ലാം ഞാൻ തിരിച്ചു വിളിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, ഇവിടെ വന്ന് തള്ളാന്നൊന്നുമല്ല, ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അതെല്ലാവർക്കും പറ്റും. അതിനുള്ളൊരു മനസ്സ് മതി. ഇതെല്ലാവരും ഈ സമയമില്ല എന്ന് പറഞ്ഞ് ബിസി എന്ന് പറഞ്ഞ് ജാടവാക്കാം. എല്ലാവർക്കും തിരക്കുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ, പക്ഷേ എല്ലാവരും ഞാൻ വെരി ബിസി എന്ന് പറയുന്നൊരു ജാടവാക്കാം. ഞാൻ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കത്തില്ല. കാര്യം ഞാൻ എത്തിയത് ഒരുപാട് പേര് സഹായിച്ചിട്ട് സൊസൈറ്റി, എൻ്റെ അച്ഛനമ്മമാർ, അധ്യാപകർ, നാട്ടുകാർ, ഗവൺമെൻറ്. അപ്പോൾ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തിരിച്ചെന്തെങ്കിലും കൊടുക്കണമെന്നുള്ളത്. അത് ഓരോരുത്തർ അതാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ കയ്യടി വാങ്ങാനോ അല്ലെങ്കിൽ ജനകീയമാവാനോ ഇതൊന്നും ആരും അറിയുന്ന പോലുമില്ല. ഞാൻ ഇപ്പം മൈക്കിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനൊരു മനസ്സ് മതി, ഒരു ആറ്റിറ്റ്യൂഡ് മതി. ഈ ലോകം മാറും. അത് പലർക്കും ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ, ഇപ്പം PSCയിലൊക്കെ കയറി ഓരോരുത്തരോരോ ജോലി പോസ്റ്റിന് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ചെന്ന് കഴിഞ്ഞ ഒരു സർട്ടിഫിക്കറ്റിന് പിന്നെ അവർ അവതാരിയും. നമ്മുടെ റൈറ്റ് അവർ തരാനാണ് അവിടെ വെച്ചേക്കും. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? ഫയല് പഠിക്കട്ടെ, ഒരു 10 പ്രാവശ്യം നടത്തി. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരെയും ഒന്നും അടിച്ചാക്ഷേപിക്കണമെന്നില്ല. പക്ഷെ ഒത്തിരി മാറി വന്നു. എങ്കിൽ പോലും ആപ്പിളിൻ്റെ കഥ പറഞ്ഞോളാം. ഒരു കൊട്ടയിലൊരു ചീത്ത ആപ്പിളുണ്ടായത് മൊത്തത്തെ ബാധിക്കുന്ന രീതിയിൽ ഇപ്പം എല്ലാം ഔദാര്യമല്ലേ. എവിടെ ഓഫീസിൽ നിന്ന് നോക്കി ഔദാര്യമല്ലേ.
അതൊക്കെ മാറണം. അത് അവർ മനസ്സിലാക്കണം. അവരുടെ ഡ്യൂട്ടിയാണ് ഒരു സാധാരണ ജനം ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് സമയബന്ധിതമായി കൊടുക്കാനുള്ള. അവർ ഒരു വട്ടം നടത്തിക്കാതെ അങ്ങനെ വിചാരിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഇരട്ട ബിരുദം എന്നുള്ളത് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ഈ വിദ്യാഭ്യാസത്തിലൂടെ, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ നടപടിയാവുന്നത്. സർവകലാശാലയിൽ എങ്ങനെയാണ് ഇതൊക്കെ? അത് പറഞ്ഞില്ല, ഇപ്പം ഞാൻ പറയാം, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്നൊരു കൊച്ച്, ആ കുട്ടിക്ക് മലയാളത്തിലോ സാഹിത്യത്തിലോ സിനിമയിലോ ഒക്കെ താല്പര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ മലയാളം പഠിക്കാം പാരലിൽ തന്നെ. TC അതാണ് നമ്മൾ TC ഒഴിവാക്കി, ഏജ് ലിമിറ്റ് ഒഴിവാക്കി. സംസ്കൃതം പഠിക്കാം പാരലായിട്ട്. അപ്പോൾ അത് UGC അംഗീകരിച്ച മോഡൽ. പണ്ട് പറ്റത്തില്ലായിരുന്നു, TC വേണമെന്ന് പറഞ്ഞു. ഇപ്പം TC ഞങ്ങൾ ഒഴിവാക്കി. ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന നമുക്ക് പല ഏത് കോഴ്സ് ഇവിടെ ചെയ്യാം, എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, മിനിമം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ. അത് എത്ര പേർക്ക് ഗുണം, എത്ര പേര് ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പോൾ സാർ, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽ ഇത് കൃത്യസമയത്ത് അവൈലബിൾ ആവാനുള്ള സൗകര്യം അതൊക്കെ എങ്ങനെയാണ്? ഉണ്ട്. നമ്മൾ ആദ്യമേ നമുക്കവിടെ ഒരു സിയാപ്പിൽ പ്രിൻ്റ് ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുന്നിട്ട് പ്രിൻ്റ് ചെയ്ത് നമ്മൾ ലേണിംഗ് സെൻറ്റർ വഴി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് ഡയറക്റ്റ് വീട്ടിലെത്തിക്കുക ചെയ്യുന്നത്. ഡയറക്റ്റ് വീട്ടിലെത്തും ബുക്ക്. ഈ ഫീസൊന്നും കൂടുതൽ വാങ്ങാതെ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഞങ്ങളുടെ USP എന്ന് പറയുന്ന സ്റ്റഡി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെറ്റൊക്കെ എഴുതിയ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചിട്ട് എഴുതി. അത്രയാണെങ്കിൽ ക്വാളിറ്റി പല സ്റ്റേജ് റിവൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നല്ല എക്സ്പേർട്ടിനെ കൊണ്ട് നിങ്ങൾ ക്വാളിറ്റി മെറ്റീരിയൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. പല യൂണിവേഴ്സിറ്റിയായിട്ട് നോ വേ കമ്പാരിസൺ. അത്രയ്ക്ക് ക്വാളിറ്റി ഒരു റെഫറൻസ് മെറ്റീരിയൽ പോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, അതിന് സമ്മറി പോലെ കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയലിൻ്റെ എല്ലാം റെക്കോർഡഡ് വീഡിയോ ഉണ്ട്. അതിൻ്റെ PDF നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. അത് നമുക്ക് അങ്ങനെ ആക്കിയേ പറ്റും. കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് വെളിയിലൊക്കെ പോകണമെങ്കിൽ. പക്ഷേ മലയാളത്തിൽ നമ്മൾ ഒരു ഹൈബ്രിഡ് മോഡലാണ് നമ്മൾ ക്ലാസ്സെല്ലാം എടുത്തു കൊടുക്കുന്നത്. പരീക്ഷ മലയാളത്തിൽ എഴുതാം, ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ മലയാളത്തിലാക്കാൻ പോവുക. ഈ വർഷം മുതൽ സ്റ്റഡി മെറ്റീരിയൽ മലയാളത്തിൽ കൂടെ കൊടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് നമ്മൾ PDF കൊടുത്ത് അവർക്ക് AI ടൂൾ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ കുറേ എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി 10-20 വർഷം കഴിഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷൊക്കെ പിക്കപ്പ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ പരീക്ഷ എഴുതാം. അതേപോലെ റെഫറൻസ് സൗകര്യം ലൈബ്രറികൾ, ഞങ്ങളുടെ ലൈബ്രറി ഉണ്ട്. നമ്മളിപ്പം ഒരു ഡീറ്റെയിൽ ലൈബ്രറി സെറ്റ് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ CSR ഫണ്ട് വെച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ കംപ്ലീറ്റ് മെറ്റീരിയൽ അതിനകത്ത് ഡീറ്റെയിൽസ് ചെയ്തിടാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ വഴി എവിടെ ഇരുന്നാലും ഇത് റീഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. കൂടാതെ ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള 2500 A ക്ലാസ് ലൈബ്രറി, അവരുടെ 4000-5000 ഒത്തിരി ലൈബ്രറീസാണ്. അതിൽ ഈ A ക്ലാസ് കാറ്റഗറീസ് അത് നമ്മുടെ റെഫറൻസ് ലൈബ്രറി ആക്കാൻ പോകണം കേരള ഒട്ടുക്ക്. എന്നിട്ട് ഈ ഡിജിറ്റൽ ലൈബ്രറി ആയിട്ട് എൻ്റെ ഒരു ടെർമിനൽ നമ്മളവിടെ നെറ്റ് കണക്ഷനോടെ നമ്മളവിടെ കൊടുക്കും. എന്നിട്ട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യം. പിന്നെ നമുക്കൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിൽ ഇതെല്ലാം കിട്ടും. യാത്ര ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ബുക്ക് ഫോമിലാണ് നമ്മൾ സാധാരണ ബുക്ക് വായിക്കാൻ പറ്റും. പിന്നെ എൻ്റെ റെക്കോർഡഡ് വീഡിയോ കൊടുക്കുന്നുണ്ട്. അഥവാ PDF ആണ് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റും. ആക്സസിങ്ങിന് ഒരുപാട് വഴികളുണ്ട്. പിന്നെ ഇതെല്ലാം റെക്കോർഡ് വീഡിയോ ഉണ്ട്, ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. സംശയത്തിന് വേണമെങ്കിൽ എക്സ്ട്രാ ക്ലാസ് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരൊക്കെ ഉണ്ട് ഓൺലൈൻ. നമ്മുടെ അധ്യാപകരെല്ലാം 70ഓളം അധ്യാപകരെല്ലാവരും ഏതാണ്ട് 60ഓളം PhD-കാരാണ്. അതെല്ലാം ഏറ്റവും വലിയ നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം 25 തൊട്ട് 35 വയസ്സുള്ളവരാണ്. അത് JNU, അലിഗഡ് പോലുള്ള അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ്. അവരാണ് ഈ മെറ്റീരിയലെല്ലാം തയ്യാറാക്കുന്നത്. പല സ്റ്റേജ് റിവിഷൻ നടന്നിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ സർ, മറ്റ് സ്ഥാപനങ്ങളുമായിട്ടുള്ള സഹകരണമൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ ഡിപ്ലോമ നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല. ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എല്ലാം തുടങ്ങുന്ന നമ്മൾ അക്കാഡമിക് കൊളാബറേഷൻ വെച്ചിട്ട് ഇപ്പം 10-15 MOU സൈൻ ചെയ്തിട്ടുണ്ട്. കെൽട്രോൺ, അസാപ്പ്, ICT അക്കാഡമി, TK എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ അവരുമായിട്ട് ജോയിൻ്റ് ആയിട്ടാണ്. അവർ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കും, നമ്മൾ അഡ്മിഷൻ നടത്തി ഒരു റവന്യൂ ഷെയറിംഗ് മോഡലാണ് ചെയ്യുന്നത്. ഇത് കണക്ക് ഇപ്പം നമ്മുടെ ലക്ഷ്യ, അതുപോലെ അവരുമായിട്ട് ചെയ്യുന്ന ACC-യുടേത്, പിന്നെ നമ്മുടെ ലോജി സ്കൂള്, അങ്ങനെ പിന്നെ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. യോഗയൊക്കെ എല്ലാ അസോസിയേഷനിലാണ് ചെയ്യുന്നത്. എല്ലാം വേർഡ് ക്ലാസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് അക്കാഡമിയായിട്ട് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല. ഇതെല്ലാം എന്ന് വെച്ചാൽ തട്ടിക്കൂട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ജോലി നമ്മൾ ഉറപ്പാക്കും. നമ്മൾ ഓരോ കോഴ്സോ അല്ലെങ്കിൽ ഓരോ ഡിപ്ലോമ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് ചെന്നൊരു ചോദ്യം ചോദിക്കുക, അതായത് നിങ്ങളെ മക്കളെ വിടുമോ,
അതിനൊരു കറക്റ്റ് ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ഓരോന്നും നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അതല്ല കുറേ പൈസ വാങ്ങിച്ച് ഫീസ് കൊടുത്തൊരു പേപ്പർ വാല്യുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയിലല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വിശ്വാസ്യത കൂടിക്കൂടി വരുവാണ്. അപ്പം ലിറ്ററലി പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിക്കാൻ ചില പിയർ പ്രഷറിൻ്റെ പുറത്ത് പേരൻസ് തള്ളിവിടുക. ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് 30% പേരെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ 70% അടുത്ത് എത്താൻ. ഞാൻ അതുകൊണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. ഞാൻ തന്നെ നേരിട്ട് പോയി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറയുമ്പോൾ അവൾക്ക് വിശ്വാസം വരും. വേറെ ആരെങ്കിലും വിട്ട് പറയാമെന്നാണല്ലോ. അതെ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോയി പറയുമ്പം അവർക്ക് അതിൻ്റെ വിശ്വാസത വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പേര് കൂടുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലിറ്ററസി മിഷൻ, അതായത് ലിറ്ററസി സാക്ഷരത തുടങ്ങിയതിനാ എല്ലാവർക്കും എഴുത്തും വായനയും പഠിപ്പിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി പഠിക്കാൻ. അപ്പോൾ അവർ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെയും പഠിപ്പിക്കണമെന്ന് തോന്നി 7ാം ക്ലാസ്സായി, 10ാം ക്ലാസ്സായി, 12ാം ക്ലാസ് വരെ സാക്ഷരത മിഷൻ പഠിപ്പിച്ചു. അങ്ങനെ അവർ സ്ട്രക്കായി നിൽക്കുക. ഈ സന്ദർഭത്തിലാണ് ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ്, അന്ന് ഒളിനെ ടീച്ചറൊക്കെ ആയിരുന്നു, ടീച്ചറെ +2 കഴിഞ്ഞ് തുല്യ പരീക്ഷ നമ്മുടെ അവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യിക്കും, ഞാൻ അഡ്മിഷൻ കൊടുക്കാം. കഴിഞ്ഞ വർഷം 14,000, കഴിഞ്ഞ വർഷം തുടങ്ങി. ഇത്തവണ ഒരു 10,000-15,000 പേര് ലിറ്ററസി മിഷൻ വഴി ഞങ്ങളവിടെ ജോയിൻ ചെയ്യും, തുല്യതാ പരീക്ഷ എഴുതിയ. അത് ഏറ്റവും വലുത് ഇത് ഈ 10,000 പേരെ സ്പോൺസർ ചെയ്യുന്ന പല ജില്ലാ LSGകളാണ് പൈസ സ്പോൺസർ ചെയ്യുന്നത്. അത് അവരും ലിറ്ററസി മിഷനും ഞങ്ങളോട് ചേർന്നിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഈ പഠിക്കുന്നതിൽ പകുതി പേരെയും പൈസ ലിറ്ററസി മിഷൻ അല്ല, ഈ LSG വഴി സ്പോൺസർ ചെയ്യാണ്. അപ്പോൾ അന്നേരം കഴിഞ്ഞ വർഷം ഒരു പ്രോബ്ലം വന്ന്, ഇപ്പോൾ LSGയുടെ അതിലെ പൈസയുള്ളത് നല്ല പൈസയുണ്ട് പല പ്രോജക്റ്റിന്. അവരുടെ പ്ലാൻ ഫണ്ടിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കീമില്ലായിരുന്നു. അത് കഴിഞ്ഞ തവണ ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത്, ഞാനും എല്ലിന ടീച്ചറൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇപ്പോൾ 2 മാസം ഒരു ഓർഡർ ആക്കി അവർക്ക് എഡ്യൂക്കേഷനും പൈസ വെക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഈ 2-3 ആഴ്ചയായിട്ട് ഒരുപാട് LSC നമ്മളുമായിട്ട് അസോസിയേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇന്നലെ ഞാൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മീറ്റിങ്ങിന് പോയിട്ടാണ് ഇവിടെ വരുന്നത്. അവിടെ 500 പേരോളമാണ് അന്ന് പങ്കെടുത്തത്. അവർ ഇത്രയും പേര് നമ്മളവിടെ ജോയിൻ ചെയ്യാൻ പോകണം. അതിൽ പകുതി പേരെ ജില്ലാ പഞ്ചായത്ത് വഴി മറ്റുള്ള ഏജൻസി വഴി സ്പോൺസർ ചെയ്ത് പോകണം. അപ്പോൾ ഇന്നലെ ഒരു ഓർഡർ ഇറങ്ങി കുടുംബശ്രീക്കാർക്ക് SG ചെയ്തിട്ട് അവിടെ പഠിക്കാനുള്ള അവസരം ഒരുക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വേറെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ NSS വോളണ്ടിയേഴ്സ് ഇല്ലേ, ഇപ്പം സ്കൂളിലും ഉണ്ട് കോളേജിലും ഉണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന NSS കോർഡിനേറ്ററാണ്. ഇപ്പം അവർ ആ 1 വർഷം ചെയ്യുന്നവർക്ക് ഒരു അക്കാഡമിക് ഫ്രെയിം വർക്ക് ക്രെഡിറ്റ് ബേസിൽ കൊണ്ടുവന്ന് 3-4 സബ്ജക്റ്റാക്കി മാറ്റിയിട്ട് അവർക്ക് ഞങ്ങൾ സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. 12ാം ക്ലാസ് വരെ ബേസിക്കും സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഒരു അഡ്വാൻസ് ആയിട്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട്. നാളെ അവർ MSW അതുപോലെ സോഷ്യൽ ഏതെങ്കിലും ഡിഗ്രി ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത്രയും കുറച്ച് ക്രെഡിറ്റ് ചെയ്താൽ മതി. 3.5 ലക്ഷത്തോളം പേർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത് NSS വോളണ്ടിയേഴ്സിൻ്റെ. അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയ ഇവാലുവേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്, വെറുതെ അങ്ങ് കൊടുക്കത്തില്ല. അതാണ് പറഞ്ഞത്. അവർ പരീക്ഷ എഴുതണം, അവർ ചെയ്യുന്നവർക്ക് ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പോലെ ഫൈനലി സബ്മിറ്റ് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളൊരു അക്കാഡമിക് ഫ്രെയിം വർക്ക് തട്ടിക്കൂട്ടലൊന്നുമല്ല, നമ്മളത് കറക്റ്റ് ഇവാലുവേഷൻ സ്ട്രിക്റ്റാണ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ജയിൽ ഇൻമേഴ്സിൻ്റെ ഫ്രീ എഡ്യൂക്കേഷൻ പല കാരണങ്ങൾ കൊണ്ട് ജയിലിൽ പോയവരുണ്ട്. അവർ തിരിച്ചിറങ്ങുമ്പോൾ തെറ്റ് തന്നെ, അതിനെ നമ്മൾ ന്യായീകരിക്കുന്നൊന്നുമില്ല. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെ. അതിനെ ന്യായീകരിക്കാനല്ല ഇത് ചെയ്യുന്നത്. അവർ നാളെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പിന്നെയും കൂടുതൽ മറ്റേ മോശമായ പ്രവൃത്തികൾ ബാധിക്കാൻ എഡ്യൂക്കേഷൻ ഏറ്റവും നല്ല ടൂൾ. കണ്ണൂർ സെൻട്രൽ ജയിൽ നമ്മുടെ ഒരു എക്സാം സെൻ്ററാണ്. ഇപ്പോൾ 200ഓളം പേര് പഠിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാ ജയിലിലോട്ടും എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ്റ് ലേബിളിന് ഫ്രീ എഡ്യൂക്കേഷൻ, ബ്ലൈൻഡ് ആണെങ്കിൽ ഫുൾ ഫ്രീ എഡ്യൂക്കേഷൻ. പിന്നെ അനാഥാലയത്തിലെ കുട്ടിയൊക്കെ നമ്മളൊരു കൺസെഷൻ റേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും CSR ഫണ്ട് ഉപയോഗിച്ചാൽ അതും ഫ്രീ ആക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതേപോലെ ഈ സ്കോളർഷിപ്പുകളും ഗ്രാൻറ്റുകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ റെഗുലർ കോളേജിൽ ഈ ഗ്രാൻറ്റ്സ് SC/ST സ്റ്റുഡൻസ് ലിറ്ററലി ഫ്രീയാണ്. അവർ ഈ ഗ്രാൻറ്റ്സ് അവൈലബിൾ. പിന്നെ ഫിഷറി സ്കോളർഷിപ്പ് ഉണ്ട്, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉണ്ട്. ഞാനിപ്പം ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. റെഗുലർ കോളേജിൽ യൂണിവേഴ്സിറ്റിയിലും കോളേജിൽ കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പും ഞങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് SC/STക്ക് ഈ ഗ്രാൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ വിശ്വസിക്കാത്തവരുണ്ട്, കേരളത്തിൽ ഇന്ത്യയിൽ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആർട്സ് ഫെസ്റ്റ് നടത്തും, യുവജനോത്സവം, സ്റ്റേറ്റ് യുവജനോത്സവം. അതെന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്ത 75 വയസ്സുള്ളവരൊക്കെ ഡാൻസും പാട്ടും പാടി, വിശ്വസിക്കാൻ പറ്റുമോ, പ്രൈസ് വാങ്ങിച്ചിട്ട് വന്നേ.
സ്പോർട്സ് ആർട്സ് നടത്തുന്നുണ്ട്. സ്പോർട്സിൽ 75 വയസ്സുള്ളവരെ നീന്തൽ ഫസ്റ്റ് വെച്ചാൽ നമ്മൾ ഏജ് വൈസ് കാറ്റഗറൈസ് ചെയ്യും. അതിനകത്തൊരു ഡിഫറൻ്റ് ലേബിൾ ഒരാൾ 70 വയസ്സ് കണ്ടു അയാൾ നീന്തൽ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെ ഇതെന്ന് പറഞ്ഞാലേ അവർ പണ്ട് കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈ 90,000 പേരെന്ന് പറഞ്ഞാൽ ഈ നമ്പറിന് അവിടെ പ്രശസ്തിയൊന്നുമില്ല. ഈ 90,000 പേര് സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ അവസരം ഒരുക്കി കൊടുത്തു. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ്. അല്ലാതെ 90,000 നമ്പർ, നോ വാല്യൂ ഫോർ ദ നമ്പർ, മനസ്സിലായി? അല്ലാതെ ഇങ്ങനെ നമ്പർ കൂട്ടി റെക്കോർഡോ ഗിന്നസ് അതല്ല. ഇതുപോലെ 10,000 ആൾക്കാർ ഇനിയും നിൽപ്പുണ്ട്. പഠിക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ പറ്റാതെ പോയ എത്രയോ പേർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. എത്രയോ പേര് നമ്മൾ പിന്നീട് ഇടയ്ക്ക് ചില പരാതികളൊക്കെ വരുന്നുണ്ട്. അത് ബോധപൂർവമുള്ള പരാതികളാണ്. ഈ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ നിങ്ങൾ ഈ റെഗുലർ അതാണ് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഈ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വന്ന് വെറുതെ പറയുന്നത്. അതല്ല, ഈ നിങ്ങൾ ഓണാഘോഷം, ക്രിസ്മസ്, റംസാൻ അതുപോലെ പോയെന്ന് കാണണം. അതെന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സായിട്ടുള്ളവർ 80 വയസ്സുള്ള അവർ സ്വപ്നം കണ്ട് അവർ കോളേജിൽ പോകാൻ ഇത് ചെയ്യണം. ഇവിടെ വന്നിരുന്ന് പാട്ടുപാടി. ഇപ്പം നമുക്കറിയില്ല, കോവിഡ് വന്നതിന് ശേഷം ഈ ഓൺലൈനിൽ വന്നപ്പോൾ എത്ര പേരാ ഫേസ്ബുക്ക് വഴി അവരെ അതുപോലെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നപ്പം നമ്മൾ എത്ര പേരാണെന്നറിയാം സ്റ്റേജിൽ കയറി ഡാൻസും പാട്ടും മിങ്കിൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞൊരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ്, ഒരു ബാച്ചിൽ തന്നെ IAS തൊട്ട് പ്യൂൺ വരെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് പല ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാർ. ഈ കുട്ടികൾ എവിടെയെങ്കിലും ഒരു ഓഫീസ് ചെല്ലുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ലേണർ അവിടെ കാണും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജാണ് ഈ ഓപ്പൺ എഡ്യൂക്കേഷൻ ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ്. മറ്റേ ഗ്രൂപ്പിൽ എല്ലാം ഒരേ കാറ്റഗറി ആൾക്കാരല്ലേ. ഇതങ്ങനല്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ SGൻ്റെ ലേണർ കാണും, അല്ലെങ്കിൽ താലൂക്കിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു പ്യൂൺ അവിടെ കാണും, അല്ലെങ്കിൽ ഒരു അറ്റൻഡർ കാണും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സും ചെയ്താണ് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി നടക്കുന്നുണ്ട്. ഈ വിദേശ സർവകലാശാലകളുമായിട്ടുള്ള കൊളാബറേഷൻ അത് നമ്മൾ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമ്മളത് പറഞ്ഞില്ലേ, ആളിൻ്റെ ഷോർട്ടേജ്. ഞാൻ 2-3 യൂണിവേഴ്സിറ്റിയായിട്ട് സംസാരിച്ചിട്ട് നവംബറിൽ നമ്മൾ ഖത്തർ യൂണിവേഴ്സിറ്റി, മലേഷ്യൻ യൂണിവേഴ്സിറ്റി ഞങ്ങളോട് ചേർന്നൊരു ഇൻ്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ആൾക്കാരോട് ഞാനൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള മാൻ പവർ ഷോർട്ടേജ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തില്ല. അത് നമ്മുടെ റെഗുലേഷൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്കീമാണ്. പിന്നെ വേറെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പലരും ധരിച്ചിരിക്കുന്ന എന്തോ ഒരു പരീക്ഷ നടത്തി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, അതൊന്നുമല്ല. ഞാൻ പറയാം, ക്വാളിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത് അത് പലർക്കും അറിയാം. ഇപ്പം നമ്മളൊരു കോഴ്സ് തുടങ്ങണമെങ്കിൽ ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ല, ഓപ്പൺ യൂണിക്കേഷൻ ശ്രീനാരായണല്ല, എല്ലാ ഓപ്പൺ. അതായത് ഒരു കോഴ്സ് തുടങ്ങണമെങ്കിൽ ആദ്യമേ 3 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ UGC ക്വാളിഫൈഡ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ നിയമിക്കണം. അത് നിങ്ങൾ കോഴ്സ് കിട്ടിയാലും ഇല്ലേലും നിയമിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം BA മലയാളം അതുകൊണ്ട് സിലബസ് എല്ലാം ഉണ്ടാകണം. അത് അക്കാഡമിക് കൗൺസിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാകണം, ലേണിംഗ് മെറ്റീരിയൽ. എന്നിട്ട് ഇത് UGC ഡെബിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടങ്ങുന്ന ഒരു ഹൈ പവർ കമ്മിറ്റി ഇത് ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഇൻ്റർഫേസ് മീറ്റിംഗ് ഞങ്ങളുമായിട്ട് വിളിച്ച് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് BA മലയാളം എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങാൻ പറ്റും. അവിടെ നമുക്ക് MA മലയാളം ചെയ്യണമെങ്കിൽ ഈ സെയിം പ്രൊസീജിയർ, അതായത് 2 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ നിയമിക്കണം, സിലബസ് ഉണ്ടാക്കി അക്കാഡമികൾ നിയമിച്ച് ചെയ്താൽ മാത്രമേ ചെയ്യും. അവിടെ പിന്നെ വേറൊരു പ്രോഗ്രാം കൂടെ തുടങ്ങുന്നുണ്ട് സെയിം ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെയും 2 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ നിയമിക്കണം. അങ്ങനെ അഡീഷണലായിട്ട് ഉണ്ടെങ്കിൽ ഓരോ തവണ ഈ 2 അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിനെ നിയമിച്ചുകൊണ്ടിരിക്കണം. അതാണ് ആ രീതിയിലാണ് ഈ ഓപ്പൺ എഡ്യൂക്കേഷൻ സ്ട്രിഞ്ചൻറ്റ് റൂൾസാണ് UGC ചെയ്ത് വെച്ചേക്കുന്നത്. മറ്റുള്ള റെഗുലർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആദ്യത്തെ 5 പേരുണ്ട്, 3 പേരുണ്ട്, നമുക്ക് 10ഉം 15ഉം കോഴ്സ് തുടങ്ങാം. ഗസ്റ്റ് ഫാക്കൽറ്റി വിളിച്ച് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മളിപ്പോൾ ഈ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുന്ന UGC പോർട്ടലിലോട്ടാണ്. അതിൻ്റെ UGCയുടെ DEB എടുക്കണം, ABC എടുത്തിട്ട്. അല്ല, നമ്മളല്ല ലാസ്റ്റ് ഡേറ്റ് പോലും തീരുമാനിക്കുന്നത് UGC ആണ്. ഞാൻ ആ കാര്യത്തിലേക്ക് വരികയായിരുന്നു. പ്രവേശനമൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വെബ്സൈറ്റ് വഴിയാണോ? എല്ലാം ഓൺലൈനാണ്. അതായത് ERP.SGOE.SE.in. ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയമാണ് ഓഗസ്റ്റ് 10 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അത് UGCയുടെ സൈറ്റിലാണ് ചെയ്യേണ്ടത്. അത് അതിനകത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. അതിനകത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ID എടുക്കണം. അപ്പാർ ID ഉള്ളവർക്ക് ABC ID വേണ്ട, അല്ലെങ്കിൽ ABC ID എടുക്കണം. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ പോലെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്ഷയ
അവർ സഹായിക്കും, പക്ഷെ അവർ പൈസ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കോമൺ സർവീസ് സെൻ്റർ ഇല്ലേ, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു 4000-ഓളം അവർ നമ്മളിപ്പോൾ MOU സൈൻ ചെയ്ത് നമ്മളെ അഡ്മിഷന് സഹായിക്കാൻ വേണ്ടി അവിടെ അപ്രോച്ച് ചെയ്താൽ അവരും സഹായിച്ചു. പിന്നെ അവരെ സർവീസ് ചാർജ് അത് വളരെ നോമിനലായിട്ട് എടുക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് ചെയ്യാന്നേ ഉള്ളൂ. പ്രവേശനം ഒരു വർഷത്തിൽ തന്നെ ഏതൊക്കെ സമയങ്ങളിലാണ് വരുന്നത്? ജൂലൈ സെക്ഷനുമുണ്ട്, പിന്നെ ജനുവരി സെക്ഷനുമുണ്ട്. ഞങ്ങൾക്കിപ്പം കിട്ടിയ MBAക്ക് കഴിഞ്ഞ തവണ 100 സീറ്റാണ് UGC തന്നെ. ഞങ്ങളുടെ ഈ പ്രവർത്തനം വെച്ചിട്ട് ഒറ്റയടിക്ക് 1000 സീറ്റാക്കി തന്നെ MBAക്ക് MCAക്കും. അത് തന്നെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത് ഇൻക്ലൂഡിങ് MBA MCA നമ്മൾ ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ അത് പഠിച്ച് അവർക്ക് ജോലി കിട്ടണം. അപ്പം പോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങി അനലിറ്റിക്സ്, അതുപോലെ സസ്റ്റൈനബിലിറ്റി മാനേജ്മെൻറ്റ് തുടങ്ങി, പിന്നെ ആ കൺവെൻഷനിൽ 5 electives വെച്ചിട്ട് ഇപ്പം ഇത്ര എലക്റ്റീവ് പഠിച്ച് അവർക്കൊരു സ്പെഷ്യലൈസേഷൻ കിട്ടും. നമ്മൾ MBA വിത്ത് സ്പെഷ്യലൈസേഷൻ അല്ല, MBA എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അതുപോലെ MCA പോലും നമ്മളൊരു ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ രീതിയില്ല പ്ലാൻ ചെയ്യുന്നത്. ഫീസ് സ്ട്രക്ചറൊക്കെ ഇപ്പം എങ്ങനെയാണ് വരുന്നത്? ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു 3-4 ഇയർ ആകുമ്പം ആദ്യത്തെ സെമസ്റ്ററിൽ ഡിഗ്രിക്കാണെങ്കിൽ 4600, അതാണ് 1500-ഓളം ആ രജിസ്ട്രേഷനും ബാക്കി 3000 രൂപ ഫീസ് വരും. ബാക്കി എല്ലാ സെമസ്റ്ററിലും 3000-3200 ഫീസായി വരുന്നുള്ളൂ. കൂടി വന്ന ഒരു 20,000 താഴെ. 4 ഇയർ ആകുമ്പോൾ 2 സെമസ്റ്ററിൻ്റെ ഫീസ് എക്സ്ട്രാ വരും. പിന്നെ BCA അതുപോലെ MCAക്ക് ലാബ് ഉണ്ടായതുകൊണ്ട്, ഡേറ്റാ സയൻസിന് ലാബ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫീസ് കൊടുക്കും. നമ്മൾ ലാബിന് പൈസ കൊടുക്കണമല്ലോ. പക്ഷേ ഇതെല്ലാം മാനേജർ MBA MCAക്ക് 40,000 രൂപയുള്ള ഫീസ് ടോട്ടൽ, ഒരു സെമസ്റ്റർ 10,000 രൂപ എന്ന് വെച്ച് പിന്നെ ഇതിലെ ആൾക്കാർ കാശ് കുറച്ച് അതല്ല, ക്വാളിറ്റി എല്ലാവർക്കും പഠിക്കാൻ ആക്സസബിൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലേ. ഇന്റേൺഷിപ്പും എല്ലാം നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ രീതിയിലാണ് MBA എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ പൈസ കുറവെന്ന് വെച്ചിട്ട് ക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് ഇന്റേൺഷിപ്പും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു സർവകലാശാല എന്ന് പറയുമ്പോൾ റിസർച്ചും കൂടെ ഉൾപ്പെടുന്നതാവുമല്ലോ. പിന്നെ അത് വേണം, അതുണ്ട്. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് അവർ തന്നില്ല. അതിപ്പം ഫയൽ ഗവൺമെൻറ് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുക. നമ്മൾ ഒരു 2-3 മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ പോസ്റ്റ്സ്. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ PhD തുടങ്ങും. നമ്മളെല്ലാം റെഡി ആയിരിക്കും. പെർമനന്റ് ഫാക്കൽറ്റി ഉണ്ടല്ലേ PhD തുടങ്ങാൻ പറ്റും. ഇപ്പം കോൺട്രാക്റ്റിൽ ഓടുന്നത് പിറ്റേന്ന് നമ്മൾ PhD അനൗൺസ് ചെയ്യും. അതിന്റെ ഒരുക്കങ്ങളിലാണ് എല്ലാം. ഒരുവിധമൊക്കെ റെഗുലേഷനൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ തുടങ്ങും PhD. സാർ ഇത്രയും പറഞ്ഞതിൽ തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു ഞാൻ ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ല, ചെയ്ത് കഴിഞ്ഞതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതും. അതായത് ഏതെങ്കിലും പഠനത്തിന്റെ സമയങ്ങളിലോ നമ്മുടെ കരിയറിൽ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സാറ് പറഞ്ഞത് നടപ്പിൽ വരുത്തിയിട്ടുണ്ടെന്ന്. പിന്നെ 100% കാര്യം ഞാൻ അധ്യാപകനായിട്ട് 36 വർഷം. ഞാൻ ഈ പലപ്പോഴും പല യൂണിവേഴ്സിറ്റിയിൽ പലരും ചെയ്യുന്നത് ഇതിങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, ഞാനായിരുന്നെങ്കിൽ ഇതിങ്ങനെ ചെയ്തേനെന്ന് തോന്നി. ദൈവം സഹായിച്ച് ദൈവമായിട്ട് ഞാൻ റിട്ടയർ ആവുന്നതിന് 2 മാസം മുമ്പ് എന്നെ വൈസ് ചാൻസലറാക്കി. ഇപ്പം 2 വർഷമായി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം സഹായിച്ച് ചെയ്യാൻ പറ്റി. എന്നുവെച്ചാൽ പലതും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ. അതായിരിക്കല്ലോ സാർ ഒരു ഇത്തരം കാര്യങ്ങൾ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്തു എന്നുള്ളത്. ഞാൻ എൻ്റെ വിഷനിലുള്ള ഒരു 30% ഒരു 40% ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് സമയം കിട്ടി, എനിക്കൊരു 2 വർഷം കൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് ഐ വിൽ ഷോ വണ്ടേഴ്സ്. ചുമ്മാ തള്ളുന്നതല്ല, എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഒബ്സർവേഷൻ, നാട്ടിൽ നടക്കുന്ന ചേഞ്ച്, സിമ്പിൾ, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. സാർ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതേപോലെയുള്ള പൊസിഷനിൽ എത്തുമ്പോൾ നടപ്പിലാക്കാനും ശ്രമിക്കാം. പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ ഇത്രയും ഒരു സപ്പോർട്ട് നടപ്പിൽ വരുത്തി ഒരു ടീം വർക്കാണ് ഇത്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു ടീം വർക്കാണ്. താഴത്തെ പിയൂൺ തൊട്ട് എല്ലാവരും ഞാൻ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുത്ത് അവരുടെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുള്ള എൻ്റെ അധ്യാപകർ ചോദിച്ചാൽ മതി. ഞാൻ 2 വർഷം കൊണ്ട് അവർ പലപ്പോഴും ചോദിച്ചാൽ മതി, കൊടുത്തിട്ടുള്ള അവസരങ്ങൾ അവർ പറയാം അവർ ഭാഗ്യം ഇതുവരെ ഒരിടത്ത് പോയി കിട്ടത്തില്ല. നമ്മളെപ്പോഴും ഒരു പൊസിഷൻ എത്തുമ്പോൾ സെക്കൻഡ് ലെയർ വളർത്താൻ പറ്റണം. ഇത് പലരും ചെയ്യാറില്ല. ഞാനതാ ചെയ്യുന്നത്. എനിക്ക് ശേഷം പ്രളയമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യമായിട്ട് സാർ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കുറഞ്ഞ നമ്മൾ എല്ലാവർക്കും ഞാൻ ഇതൊക്കെ ജഗതിക്ക് മാത്രം ചെയ്യാൻ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയും നടത്താം. എന്നെ ആർക്കും കാണാൻ വരാം, എപ്പം വേണമെങ്കിലും വിളിക്കാം. അത് ജനകീയവാനോ കയ്യടി വാങ്ങാനല്ല, അതൊരു എൻ്റെ കംഫർട്ട് സോൺ അതാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ അഭിനയിക്കണം.
ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇരിക്കേണ്ടത് അതെന്നെ കൊണ്ട് വരാം. അപ്പോൾ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ അല്ല VC എന്തിനാ കുട്ടികളെ എന്തിനാ VC വിളിക്കുന്നത്? എൻ്റെ അടുത്ത് ഒരുപാട് വെച്ചാൽ അത് നിങ്ങൾ VC ആകുമ്പോൾ നിങ്ങൾ കൊടുക്കണ്ട. ഇത് എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ ഇതാണ്, എൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷൻ ഇതാണ്, ഐ എൻജോയ് ദാറ്റ്, എൻ്റെ ഫാഷൻ ഇതാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും കൂടുകയല്ലേ? പിന്നെ കുട്ടികളുടെ ക്രെഡിബിലിറ്റി കൂടുതലല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ പോയി പറയുമ്പോൾ അവർക്ക് വിശ്വാസം വരും. VCക്ക് പോയി കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഞാനൊരു ഓഫീസറെ വിടുന്നതിനേക്കാളും തന്നെ ഞാൻ പോയി ഇത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസം. അതുകൊണ്ടാണ് 4 വർഷം കൊണ്ട് ഈ 2 വർഷം കൊണ്ട് ഞാൻ ചാർജ് എടുക്കും. 22,000 സ്റ്റുഡൻസേ ഉള്ളൂ. 22,000 സ്റ്റുഡൻസിന് ഞാൻ 90,000 ആക്കി. ഈ ഓഗസ്റ്റ് 31 ആകുമ്പോൾ 1.5 ലക്ഷം സ്റ്റുഡൻസ് ആവും. സാർ, ഒരു 5 വർഷം കഴിയുമ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിന് എന്തായിരിക്കും? ഇൻ്റർനാഷണൽ അക്ലൈമഡ്, ഡിജിറ്റലി എനേബിൾഡ്, ഡൈനാമിക്, ഇൻക്ലൂസീവ്, ലേണർ സെൻട്രിക്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മോഡേൺ യൂണിവേഴ്സിറ്റി. സാറിൻ്റെ സംസാരം ഇത്രയും നേരം കേൾക്കുമ്പോൾ പഠിക്കാനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിയ ആൾക്ക് പോലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ അവസരമുണ്ട്. ഈ നമ്മളെല്ലാം സിനിമയുടെ തുടങ്ങാൻ പോകുന്ന മീഡിയ സ്റ്റഡീസ് ഉൾപ്പെടെ ഏതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാം നമ്മളവിടെ. അത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം. എനിക്ക് ലൈഫ് ലോങ് തന്നെ എൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ ഞാൻ പോവും. ഞാൻ ഇത്രയും ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത ടൈമും കൂടെ തരുത്തൊന്നുമില്ല. കണ്ടിന്യൂ. അപ്പോൾ അടുത്ത വരുന്ന ആൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അല്ലാതെ ഞാൻ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ, ഒരാൾ പോയിട്ട് അടുത്ത ആൾ വരുമ്പം നേരത്തെ ചെയ്ത എല്ലാം തെറ്റാണ്, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ എനിക്ക് കിട്ടിയ അവസരം എൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ അടുത്ത ആൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഇതിൻ്റെ അവിടുന്ന് തുടങ്ങിക്കൊണ്ടുപോകണം. അല്ലാതെ ഇത് താഴെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഇതെല്ലാം നമ്മുടെ മിക്ക ഓഫീസിലും നടക്കുന്നത്. അതുകൊണ്ട് ഈ ഡെവലപ്മെൻ്റ് അതിനകത്ത് കണ്ടിന്യൂറ്റിയുടെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വെക്കുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഇനിഷ്യേറ്റീവിനാണ് എടുത്തത്. അടുത്ത ആൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിച്ച് ഇതിനെ കൊണ്ടുവന്നാൽ സിസ്റ്റം ഡെവലപ്പ്. അല്ലാതെ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഇത് ഇങ്ങനെ ആയിരിക്കേണ്ട ചെയ്യാൻ. അപ്പോൾ എനിക്ക് മുമ്പ് ഒരു VC ആയിരുന്നു. ഞാൻ പുള്ളി എന്ത് ചെയ്തെന്ന് ഈ നിമിഷം വരെ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ കയ്യിൽ യൂണിവേഴ്സിറ്റിയെ കിട്ടി, അവിടുന്ന് ഞാൻ കൊണ്ടുവരാൻ പുള്ളിയുടെ കഴിവിനനുസരിച്ചിട്ട് പുള്ളി ഒക്കുന്ന രീതിയിൽ ഞാൻ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്തുടരുക എന്നാണ്. പുള്ളി എവിടെ കൊണ്ട് എത്തിച്ചോ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാന്ന് നോക്കി. ഞാൻ എൻ്റെ ഓഫീസർ നിങ്ങൾ മറ്റുള്ളവരെന്തോ ചെയ്ത് അവരെ കാഴ്ചപ്പാടിൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്ത്. അതിനെ കുറ്റം പറയാൻ ഇവരെ നമുക്ക് യോഗ്യതയൊന്നുമില്ല. നമുക്ക് കിട്ടിയപ്പോൾ എവിടെ ഇരിക്കുന്നു അതിനെ കൊണ്ടുപോകാനുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാം പൈസ മാത്രം പൈസ വേണ്ടെന്നല്ല നോക്കി കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഈസ് ലീവിങ് ആൻഡ് ഹൗ ഈസ് ലീവിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹൗ ഈസ് ലീവിങ് ഉണ്ട്, വലിയ വീട്, കാറ്. ഈ വൈ ഈസ് ലീവിങ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം വേണ്ടേ? എന്തെങ്കിലും നാളെ പോകുമ്പം എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് ഈ 2 ആൻസറും പറയാൻ പറ്റണം. ഹൗ ഈസ് ലീവിങ് ആൻഡ് വൈ ഈസ് ലീവിങ്. ഞാൻ ഈ ചെയ്യുന്ന വൈ ഈസ് ലീവിങ് ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൗ ഈസ് ലീവിങ് ആൾറെഡി നമ്മൾ ആയിട്ടുണ്ട്, വീടായി, അത്യാവശ്യം സെറ്റപ്പായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഈസ് ലീവിങ്. അതാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുണ്ടോ? നമ്മൾ എല്ലാ അവസരവും ചെയ്തു കൊടുക്കും. അവസാനമായി റേഡിയോ ശ്രോതാക്കളോട് സാറിന് എന്താണ് എടുത്തു പറയാനുള്ളത്? മരിക്കുന്നവരെ പഠിക്കുക, ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കി, പോസിറ്റീവായിട്ട് എടുക്കുക, ആറ്റിറ്റ്യൂഡ്. ഇനി എന്ത് വേണം ജീവിതത്തിൽ നേടാൻ പറ്റും. ഇത് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്താൽ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ പകുതി കാര്യം നടന്നു. എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യണം. നമ്മളൊന്നും ക്രിട്ടിസൈസ് ഞാൻ അതീതരുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യണം, ക്രിട്ടിസൈസ് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് ക്രിട്ടിസൈസ്. അവൻ എൻകറേജ് അല്ല എംപവർ ചെയ്യുന്ന രീതിയിൽ ഇതെങ്ങനെ നീ പോയി ചത്തുകട അല്ല മറ്റേ പണി അങ്ങനെയല്ല ചെയ്യേണ്ട. ഒരാളെ ഇപ്പം ഞാൻ ചെയ്യട്ടെ, ഇപ്പം എനിക്കൊരു കഴിവുണ്ട്, ചിലപ്പോൾ മറ്റേ പ്രതീക്ഷിക്കുന്ന ലെവലിൽ ഞാൻ വരത്തില്ല. ചിലപ്പോൾ ഞാൻ ചെയ്തതിനകത്ത് എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്ത പല കാര്യങ്ങൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ അടുത്ത ആൾ വന്ന് ഇതിനും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ ചെയ്തുകൊണ്ട് അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതിയല്ലോ. അതാണ് ചെയ്യേണ്ടത്. പിന്നെ കുട്ടികളോട് എനിക്ക് ഈ പറയാനുള്ളത്, എവിടെയെങ്കിലും അതായത് ഈ ഏറ്റവും വലിയ ഇപ്പം പറ്റുന്നത് ഈ റെക്കഗ്നേഷൻ ഇല്ലാത്ത ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്യും ഒരുപാട്. ഇപ്പം PSC നിങ്ങൾ നോക്കണം, കേസ് സക്സസ് ആയിട്ട് വരുമ്പോൾ ഒരറ്റത്തുനിന്ന് കുറേ പേരെ പറഞ്ഞു വിടും. അതിനകത്ത് റെക്കഗ്നേഷൻ ഇല്ലാത്ത ഡിഗ്രി എടുത്ത് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കണം. അതെനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തിട്ട് ആ കോഴ്സിന്
UGCയുടെ അതും ഗവൺമെൻറ്റിൻ്റെ റെക്കഗ്നേഷൻ ഉണ്ട്. ഇപ്പം UGC 3 മോഡേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഡിസ്റ്റൻസ് ഞങ്ങൾ അറിയുന്ന ഓൺലൈൻ. ഈ 3 മോഡേ വേറൊരു മോഡിനെ പറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഐ എം നോട്ട് അഗൈൻസ്റ്റ് എനി യൂണിവേഴ്സിറ്റി ഓർ എനി, വാട്ട് ഐ എം ടെല്ലിങ് ഈസ് ദ റൂൾസ് അല്ലേ. ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു മോഡില്ല, അത് ഇൻവാലിഡാണ്. അപ്പം ചോദിക്കും ഇതുവരെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തിയ രജിസ്ട്രേഷൻ അതെന്താണെന്നറിയാമോ കാര്യം? അത് ഇതുവരെ ആരും അതിനെപ്പറ്റി വറീഡല്ലായിരുന്നു. അത് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി നെയിം വെച്ച് എവിടെയെങ്കിലും വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അത് ഓക്കെ നല്ല യൂണിവേഴ്സിറ്റിയാണ്, ഡിഗ്രി വാലിഡ് ആയിരിക്കും എന്ന് വെച്ചിട്ട്, അതാണ് ഈ PSC ഇപ്പോൾ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. തമിഴ്നാട്ടിലുള്ള പേര് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കുറ്റപ്പെടുത്താൻ വന്നതല്ല. തമിഴ്നാട്ടിലെ പല യൂണിവേഴ്സിറ്റിയും ഇവർ റെക്കഗ്നേഷൻ ഇല്ലാത്ത ഡിഗ്രിയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഡയറക്ടറായിട്ടിരിക്കുമ്പം MBAയുടെ ഡയറക്ടറായിട്ടിരിക്കുമ്പം ഇൻ്റർവ്യൂയും GD എല്ലാം കഴിഞ്ഞ് കേരളത്തിലെ നമ്പർ 1 സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് പേര് എനിക്ക് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ കുട്ടി ജോയിൻ ചെയ്യുന്ന വർഷം ആ ഡിഗ്രിക്ക് റെക്കഗ്നേഷൻ വേണം, ഡെബിൻ്റെ. ഇപ്പോൾ അതുകൊണ്ട് UGC ഒരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൻ്റെ പുറകിന് ഏത് മോഡാണ്, ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ എന്ന് പറയണം, റെഗുലർ ആണ് റെഗുലർ എന്ന് പറയണം, ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പഠിക്കുന്നത് ഏത് മോഡ് വെക്കും? പ്രൈവറ്റ് രജിസ്ട്രേഷൻ വെക്കാൻ പറ്റത്തില്ല, റെഗുലർ എന്ന് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡ്. ഇത് എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്നറിയാം? ഇതുവരെ ഇതാരും ചെയ്യാത്തതുകൊണ്ടാണ്. ഇതുവരെ എന്നെ പോലെ ഇതുവരെ ആരും വിളിച്ച് പറഞ്ഞിട്ടുമില്ല ധൈര്യമായിട്ട്. എല്ലാവരും പേടിച്ചും വേണ്ടായിരിക്കും. എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ പാവപ്പെട്ട കുട്ടികളെ ഇത് അഫക്റ്റഡ് ആവുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. മാഡം റെഗുലർ കോളേജിൽ പ്രൈവറ്റിൽ പഠിച്ച് ഡിഗ്രി എടുത്തു. ഞാൻ ആ സെയിം ഡിഗ്രി റെഗുലറിൽ പഠിച്ചെടുത്തു. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. മാഡത്തിനെ ഫസ്റ്റ് റാങ്ക് ചെയ്തു, എന്നെ സെക്കൻഡ് റാങ്ക്. ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. മാഡത്തിൻ്റെ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് അല്ല, അതോടെ തീർന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ ആരും ചെയ്യാത്തതുകൊണ്ടാണ് ഇതുവരെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇത്രയും നാൾ ഓടിപ്പോയത്. ഇപ്പം എല്ലാ കുട്ടികൾക്കും അറിയാം. നിങ്ങൾ ഓരോ കുട്ടികളും എടുക്കുന്ന ഡിഗ്രി റെക്കഗ്നൈസ്ഡ് അല്ലോ മറ്റുള്ള കുട്ടികൾക്ക് അറിയാം. നിങ്ങൾ എവിടെയെങ്കിലും ജോലി കയറി നോക്കേ, സെക്കൻഡ് റാങ്കുകാരൻ കൊണ്ട് കേസ് കൊടുക്കും, ഉറപ്പായിട്ട് കേസ് കൊടുക്കും. അപ്പോഴാണ് ഒരറ്റത്തുനിന്ന് എല്ലാവരും ഇപ്പം PSC നോക്കണം. പക്ഷേ PSCക്കകത്ത് എല്ലാ ജാതിക്കാരും മതക്കാരും രാഷ്ട്രീയക്കാരും കയറിയിട്ടുണ്ട്. അന്വേഷണം എങ്ങനെ പോകും നമുക്കറിയത്തില്ല. പക്ഷേ അന്വേഷിച്ച ഒരുപാട് പേര് പുറത്തു പോകും. പല പൊസിഷൻ ഇരിക്കുന്നത് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കുട്ടികളുടെ അടുത്ത് ഏത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്താലും എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും ആ ഡിഗ്രിക്ക് റെക്കഗ്നൈസ്ഡ് ആണോ വാലിഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഒരു ഏജൻസി വന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ജോയിൻ ചെയ്യരുത്. അങ്ങനെ ഒത്തിരി പേര് പെട്ടുപോയിട്ടുണ്ട്. അവർ പറയും ഇന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രോബ്ലം വരത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. അവരെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന മോട്ടീവാണ്. അന്വേഷിച്ച കാര്യങ്ങൾ മനസ്സിലാക്കും. എവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നല്ല, എവിടെ ജോയിൻ ചെയ്താലും ആ ഡിഗ്രിക്ക് റെക്കഗ്നൈസ്ഡ് ആണോ, വാല്യൂ അല്ല UGC റെക്കഗ്നൈസ്ഡ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണെന്ന് നോക്കിയിട്ടേ ജോയിൻ ചെയ്യാറ്. ഇതാണ് ചെയ്യുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വരെ എല്ലാ ഫുൾ സപ്പോർട്ടും ഉണ്ട്. പിന്നെ പുതിയ യൂണിവേഴ്സിറ്റി ചെറിയ ആദ്യത്തെ 2-3 ബാച്ചിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് സിസ്റ്റം ഒന്ന് ഇവോൾവ് ചെയ്ത് വരുന്നത്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഇവോൾവ് ദ സിസ്റ്റം എന്നാണ്. ഓവർനൈറ്റ് വി കനോട്ട് എസ്റ്റാബ്ലിഷ് എ സിസ്റ്റം വിത്ത് 100% പെർഫെക്ഷൻ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അതിപ്പം നമ്മൾ ഒരുവിധം സ്റ്റെബിലൈസ് ആയി വരുന്നുണ്ട്. ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമുക്ക് 90 കോടി രൂപ ഗവൺമെൻറ് AS വന്നു ബിൽഡിംഗ് പണിയാനായിട്ട്. ഇന്ന് രാവിലെ AS ഇറങ്ങി. ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 26 കോടി രൂപ തന്നു സ്ഥലം വാങ്ങാൻ, ഡയറക്റ്റ് പർച്ചേസ്. നമ്മൾ ആ രീതി നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ഗവൺമെൻറ് തരുന്നത്. ഇന്ന് ഇറങ്ങി 90 കോടി 4 നില അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും അക്കാഡമി ബ്ലോക്കും പണിയാനുള്ള 4 നില കെട്ടിടം പണിയാൻ. അത് നമ്മുടെ മുണ്ടയ്ക്കലാണ് പണിയുന്നത്. അത് ഈ നാഷണൽ വാട്ടർ വേസിൻ്റെ സൈഡിലാണ് പണിയുന്നത്. ഈ കാസർഗോഡ് തൊട്ട് പണം വരില്ലേ. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ വിദ്യ കൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ 101% പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന. പഠിക്കാൻ വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക എല്ലാ അർത്ഥത്തിലും. ആർക്കും പഠിക്കാം അവിടെ. മിനിമം എലിജിബിലിറ്റല്ല. ഒരു ഹെസിറ്റേഷനും വേണ്ട. അതിനുള്ള എല്ലാ സപ്പോർട്ടും സഹായം നമ്മൾ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഇനി പഠിക്കാൻ താല്പര്യം എല്ലാവരെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വെൽക്കം ചെയ്യുകയാണ്. ആർക്കും എന്നെ വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും വിളിക്കാം. എൻ്റെ മൊബൈൽ നമ്പർ 9847220016. ആർക്കും എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അഥവാ ഫോൺ എടുത്തില്ലെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അഥവാ നിങ്ങൾക്ക് റിട്ടേൺ കോൾ കിട്ടില്ലെങ്കിൽ പിറ്റേന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ചിലപ്പം തിരക്കിൻ്റെ ഇടയിൽ വിട്ടോ മനുഷ്യനല്ലേ, കഴിവതും തിരിച്ച് വിളിക്കും. വിളിച്ചില്ലെങ്കിൽ എപ്പം വേണമെങ്കിലും എന്നെ വന്ന് കാണാം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്.
താങ്ക് യു സർ. ഇത്രയും എനർജറ്റിക് ആയ ഒരു ഇൻ്റർവ്യൂ, അതേപോലെ ഇന്തൂസിയസ്റ്റിക് ആയ സാറിൻ്റെ കൂടെ ഇത്രയും സമയം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതെല്ലാം ഞാൻ ചെയ്ത കാര്യങ്ങളാട്ടോ, സ്വപ്നങ്ങളൊന്നുമല്ല, ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല. അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഇതൊക്കെ ആർക്കും ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഇൻട്രസ്റ്റും ഒരു ഫാഷനൊക്കെ ആക്കി കഴിഞ്ഞാൽ ലോകം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. ഓക്കെ, വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സർ.